സന്തോഷപൂർവ്വം റബ്ബിനെ കാണാൻ എന്ന വിഷയത്തിൽ 26-ാം തീയതി വെള്ളിയാഴ്ച ദുബായിൽ നടക്കുന്ന പ്രഭാഷണത്തിന്റെ ഭാഗമായി നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇസ്ലാമിക പണ്ഡിതൻ ഹുസൈൻ സലഫി. നിലവിളക്ക് കൊളുത്തുന്നത് ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമായ അഗ്നി ആരാധനയാണെന്നും അതേസമയം വെളിച്ചത്തിനായി വിളക്ക് കൊളുത്തുന്നത് ഇസ്ലാമിക വിരുദ്ധമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. സിനിമാ താരത്തിന് നിലവിളക്ക് കൊളുത്താൻ അവകാശമുണ്ടെങ്കിൽ മന്ത്രിക്ക് അത് വിശ്വാസത്തിന്റെ ഭാഗമായി നിരസിക്കാനും അവകാശമുണ്ട്. ഇത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചോദ്യം ചെയ്യലും പാടില്ല, ഒരാളെ നിർബന്ധിക്കാനും പാടില്ല. അദ്ദേഹത്തിന് അത് കത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ കത്തിക്കുന്നത് തൻ്റെ വിശ്വാസത്തിന് ഹാനികരമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അതിൽ നിന്ന് വിട്ടുനിൽക്കാനും സ്വാതന്ത്ര്യമുണ്ട്. കത്തിക്കുന്നവരെയും ആക്ഷേപിക്കാൻ പാടില്ല, കത്തിക്കാത്തവരെയും ആക്ഷേപിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യ രാജ്യത്തുള്ള മതേതരത്വം മാനിച്ചുകൊണ്ട്, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ ആ പ്രത്യേകത മാനിച്ചുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അവരവർ നിലകൊള്ളുന്ന വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ആ വിഷയത്തിൽ നിർബന്ധിക്കുകയോ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുകയോ ചെയ്യാത്ത ഒരു സമീപനം തന്നെയാണ് തീർച്ചയായും വേണ്ടത്. ദുബായ് സർക്കാരിന്റെ കീഴിലുള്ള ടൂറിസം ആൻഡ് കൊമേഴ്സ്യൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. പ്രഭാഷണത്തിൽ 5000 പേർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പങ്കെടുക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൗജന്യ ഉംറ യാത്ര, സ്മാർട്ട് ഫോണുകൾ, ഐപാഡുകൾ തുടങ്ങിയവ സമ്മാനമായി നൽകും. ടൂറിസം വകുപ്പ് പ്രതിനിധി അർഷാദ് ഖാൻ, ഷംസുദ്ദീൻ അജ്മാൻ, അബ്ദുൽ സലാം ആലപ്പുഴ, VC അഷ്റഫ്, ഷമീം ഇസ്മയിൽ, അഷ്റഫ് പുതുശ്ശേരി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജീവൻ ന്യൂസ്, ദുബായ്.